മുതിർന്ന RSS സംഘാടകനും അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനിയുമായിരുന്ന തൃശൂർ പുറനാട്ടുകര പുത്തിശ്ശേരി കൃഷ്ണകൃപയിൽ AP ഭരത് കുമാർ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അസുഖബാധിതനായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് നടത്തും. ചെറുളത്ത് പത്മനാഭമേനോന്റെയും ഇടയത്ത് പാറുക്കുട്ടിയമ്മയുടെയും മകനാണ് AP ഭരത് കുമാർ. ചെറുപ്പകാലം മുതൽ RSS പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. സംഘത്തിന്റെ നിരവധി ചുമതലകൾ വഹിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിന്റെ കൊടിയ പീഡനങ്ങൾക്കിരയായി. തൃശൂർ ജില്ലാ കാര്യവാഹ്, എറണാകുളം വിഭാഗ് കാര്യവാഹ്, സക്ഷമ സംസ്ഥാന പ്രസിഡന്റ്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി, തൃശൂർ അയ്യന്തോൾ സരസ്വതി വിദ്യാനികേതൻ സ്ഥാപക സെക്രട്ടറി, കാനാട്ടുകര സേവാ സദനം സെക്രട്ടറി, അദ്വൈത ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി, ESI എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി, പേരാമംഗലം CRR വർമ്മ സ്മാരക സഞ്ജീവനി പ്രകൃതി ചികിത്സ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സംഘത്തിൻ്റെ ആദർശനിഷ്ഠനായ ഒരു സ്വയം സേവകനാണ് ഭരത് കുമാറിൻ്റെ നിര്യാണത്തോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ജീവിതത്തിൽ എത്രമാത്രം ദുരിതം അനുഭവിക്കാം, എന്തെല്ലാം തരത്തിലുള്ള കഷ്ടവിഷമങ്ങൾ ഉണ്ടായാലും ശരി, ആദർശത്തിൽ ഉറച്ചു നിന്ന് സംഘത്തിൻ്റെ സ്വയം സേവകർക്ക് എന്നെന്നും മാതൃകയായി പ്രേരണാത്മകമായൊരു ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഭരത് കുമാറിൻ്റേത്. ഒരു നിമിഷം പോലും സംഘത്തിൻ്റെ ആദർശത്തിന് വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന ഒരു സ്വയം സേവകർക്ക് എന്നെന്നും പ്രേരണാദായകമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എമർജൻസി വിക്ടിംസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായും ദീർഘകാലം പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തേറ്റ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളെ തുടർന്ന് നിരവധി ശാരീരിക അവശതകൾ നേരിട്ടിരുന്നു. മൃതദേഹം നാളെ തൃശൂർ പുറനാട്ടുകര പുത്തിശ്ശേരിയിലുള്ള വസതിയിൽ നിന്ന് രാവിലെ 11 മണിയോടെ അയ്യന്തോൾ ഉദയനഗർ സരസ്വതി വിദ്യാനികേതനിലെത്തിക്കും. തുടർന്ന് പൊതുദർശനം. ഉച്ചയ്ക്ക് 1:30 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരത്തിനായി കൊണ്ടുപോകും. ഭാര്യ രമണി, കൃഷ്ണപ്രസാദ്, കൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. ജനം, തൃശൂർ.